Tekiah, Shvarim Trua, Tekiah, Shvarim Trua, Tekiah. സുഹൃത്തുക്കളെ, ജൂതന്മാർ വളരെ പ്രധാനപ്പെട്ട ഒരു റോഷ് ഹഷാന ആഘോഷം ആരംഭിച്ചിരിക്കുന്നു. എന്നാൽ ചരിത്രത്തിൽ നാം കണ്ടിട്ടുള്ള മറ്റേതൊരു ആഘോഷത്തെയും പോലെയാകില്ല ഇത് എന്ന് തോന്നുന്നു. റോഷ് ഹഷാന എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അത് മാനസാന്തരം ആവശ്യപ്പെടുന്നു. മിശിഹായുടെ വരവിൻ്റെ പ്രത്യാശയുമായി അത് ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ലോകത്ത് നടക്കുന്ന സംഭവങ്ങളുമായി അതിനെ ബന്ധിപ്പിക്കുകയാണെങ്കിൽ അത് ശരിക്കും പ്രാധാന്യം അർഹിക്കുന്നു. ഇത് പ്രധാനമാണ്, കാരണം യഹൂദ ജനത മാനസാന്തരത്തിനായി ആഹ്വാനം ചെയ്യുമ്പോൾ ലോകം ഇപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കൂ. ലോകത്തിലെ ഭൂരിഭാഗം രാജ്യങ്ങളും ദൈവത്തിൻ്റെ ഭൂമി വിഭജിക്കുകയും ദൈവം ഇസ്രായേലിന് നൽകിയ പ്രദേശത്ത് ഒരു പുതിയ രാജ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ലോകം മാനസാന്തരപ്പെടേണ്ട മാനസാന്തര സമയത്ത് ഇപ്പോൾ അത് സംഭവിക്കുന്നതിനാൽ അവർ ദൈവത്തിൽ നിന്ന് അകന്നു മാറി തങ്ങൾ അധികാരത്തിലാണെന്ന് കാണിക്കുവാൻ തീരുമാനിക്കുന്നു. അവർ തീരുമാനിക്കുന്നത് ദൈവത്തെ കാണിക്കുവാൻ അവർ ആഗ്രഹിക്കുന്നു. പക്ഷെ അവർ വളരെ വളരെ തെറ്റാണ് ചെയ്യുന്നത്. തൻ്റെ ദേശം വിഭജിക്കുന്നതിനെതിരെ ദൈവം യോവേൽ പ്രവാചകന് വ്യക്തമായ മുന്നറിയിപ്പ് നൽകുന്നു. ഈ പ്രത്യേക കാരണത്താലാണ് അവൻ ജനതകളെ ന്യായം വിധിക്കുന്നതെന്ന് ദൈവം പറയുന്നു. യഹൂദ ജനതയ്ക്ക് അവൻ നൽകിയ ദേശം മറ്റുള്ളവർ വിഭജിച്ചു. ഇപ്പോൾ ബൈബിളിലെ ഏറ്റവും വിശുദ്ധമായ ദിവസങ്ങളിൽ രാജ്യങ്ങൾ അങ്ങനെ ചെയ്യുന്നു. ബാബേൽ ഗോപുരത്തിൻ്റെ കാലത്തെ പോലെയാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ ജനതകൾ അനുദപിക്കുന്നതിന് പകരം കൈകൾ ഉയർത്തി തങ്ങൾ പുതിയ ദൈവങ്ങളാകുമെന്ന് കരുതുന്നു. എന്നാൽ ലോകം തകർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുന്നു, പക്ഷേ സമാധാനമില്ല. സംഘർഷത്തിനുമേൽ സംഘർഷമുണ്ട്. ഇപ്പോൾ ഭൂമി കത്തുകയാണ്. സുഹൃത്തുക്കളെ, റോഷ് ഹഷാനയുടെ അവധിക്കാലത്തിന് മുമ്പ് നമുക്കൊരു രക്തചന്ദ്രൻ അഥവാ ബ്ലഡ് മൂൺ സംഭവിച്ചു. സാധാരണയായി നമ്മൾ കരുതും ഇതൊരു രക്തചന്ദ്രൻ മാത്രമാണെന്ന്. അത് മുമ്പ് സംഭവിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ ഇപ്പോൾ ഇസ്രായേലിൽ വിശുദ്ധ നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളുമായി നമ്മൾ അതിനെ സംയോജിപ്പിച്ചാൽ ഇപ്പോൾ അത് സംഭവിക്കുന്നത് വളരെ രസകരമാകും. ഇത് നിങ്ങൾക്കറിയാമോ എന്നെനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ എല്ലായിടത്തും എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഭൂകമ്പങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഭൂമി തന്നെ കുലുങ്ങുകയാണ്. അതേസമയം ഗാസയിലെ ഹമാസിനെ ഉന്മൂലനം ചെയ്യാൻ ഇസ്രായേൽ ദൃഢനിശ്ചയം ചെയ്യുമ്പോൾ ഇസ്രായേലിനെതിരെ രാഷ്ട്രങ്ങളുടെ ഒരു വലിയ സഖ്യമാണ് ഉയർന്നു വരുന്നത്. ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് ബൈബിളിൽ നാം വായിച്ച മഹത്തായ സഖ്യത്തെ ഇത് ഓർമ്മിപ്പിക്കുന്നു. പ്രവാചകനായ യെഹെസ്കേൽ എഴുതിയ ഗോഗിൻ്റെയും മാഗോഗിൻ്റെയും യുദ്ധമാണ് അത്. മിശിഹായുടെ വരവിന് മുമ്പ് സംഭവിക്കുമെന്ന് ജൂതന്മാരും ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്ന അവസാന സംഘർഷങ്ങളിൽ ഒന്നാണ് ഇത്. തീർച്ചയായും രാഷ്ട്രങ്ങൾ ഇസ്രായേലിനെതിരെ ഒത്തുകൂടുമ്പോൾ ദൈവം വിജയിക്കും. ദൈവം ആ സൈന്യങ്ങളെ നശിപ്പിക്കും. ദൈവത്തിനെതിരെ മത്സരിക്കുന്ന ലോകത്തിന് ഇതൊരു ദാരുണമായ സംഭവമാണ്. ഖത്തറിൽ ഇസ്രായേൽ ഹമാസ് നേതാക്കളെ ആക്രമിച്ചപ്പോൾ ഈ സഖ്യം എന്നത്തെക്കാളും ശക്തമായി. ഗാസയിലെ യുദ്ധം കാരണം ഷിയകളും സുന്നി മുസ്ലിങ്ങളും ഇസ്രായേലിനെതിരെ ഒന്നിക്കുന്നു എന്നതാണ് ഇപ്പോൾ നടക്കുന്ന അത്ഭുതപൂർവമായ കാര്യം. ഇത് വളരെ വലുതാണ്, കാരണം ഷിയകളും സുന്നി മുസ്ലിങ്ങളും നൂറ്റാണ്ടുകളായി പരസ്പരം വെറുപ്പിലാണ്. ഇസ്രായേലിനെതിരെ ഒന്നിക്കുന്നതിന് അവർക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ തടസ്സങ്ങളിലൊന്നായിരുന്നു ആ വിഭജനം. ഇറാനും ഇറാഖും തമ്മിൽ ഒരു വലിയ യുദ്ധം പോലും ഉണ്ടായിരുന്നു. ഈ വിദ്വേഷം കാരണം എണ്ണമറ്റ ജീവൻ നഷ്ടപ്പെട്ടു. എന്നാൽ ഇപ്പോൾ ഗാസയിലും ഖത്തറിലും സംഭവിച്ചതിന് ശേഷം അവർ ഒന്നിച്ചു ചേരുകയാണ്. ഇത് വളരെ വളരെ ആശങ്കാജനകമാണ്. തീർച്ചയായും ടർക്കി പ്രസിഡന്റ് എർദോഗനെയും ഓട്ടോമൻ സാമ്രാജ്യത്തെ പുനരുജ്ജീവിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ അഭിലാഷത്തെയും നമുക്ക് മറക്കാൻ കഴിയില്ല. ഹമാസിനെ പിന്തുണയ്ക്കുന്നതായി എർദോഗൻ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. ഹമാസിനെ ഒരു തീവ്രവാദ സംഘടനയായി അദ്ദേഹം കണക്കാക്കുന്നില്ല, മറിച്ച് പലസ്തീൻ ജനതയുടെ സ്വാതന്ത്ര്യ സമര സേനാനിയായി അദ്ദേഹം കണക്കാക്കുന്നു. നിങ്ങൾക്ക് ഇത് സങ്കല്പിക്കാൻ കഴിയുമോ? ഗാസയിലെ യുദ്ധം വെറുമൊരു ശാരീരിക പോരാട്ടമാണെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ ഗാസയിലെ യുദ്ധത്തിൻ്റെ ആത്മീയ സ്വാധീനത്തെക്കുറിച്ചുള്ള എൻ്റെ വീഡിയോ നിങ്ങൾ കാണുക. ബൈബിളിൽ ആരംഭിച്ച വളരെ ആഴത്തിലുള്ള ഒരു സംഘർഷമാണ് ഇത്. ഗാസയിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ശരിക്കും മനസ്സിലാക്കുവാൻ നമ്മളത് മനസ്സിലാക്കണം. ആ എപ്പിസോഡിലേക്കുള്ള ഒരു ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. കൂടാതെ നിങ്ങൾ ഈ വീഡിയോ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വിവരങ്ങൾ പ്രചരിപ്പിക്കാൻ ഇത് ശരിക്കും സഹായിക്കുന്നു. ആളുകൾ ഇത് കേൾക്കേണ്ടത് പ്രധാനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ദയവായി ലൈക്ക് ചെയ്ത് പങ്കിടുക.
ജെറൂസലേമിലെ പുരാതന ദൈവാലയത്തിലെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് മഹാപുരോഹിതൻ പ്രവേശിച്ചപ്പോൾ വരും വർഷത്തിൽ ജനതയ്ക്കു വേണ്ടി ഒരു പ്രാർത്ഥന നടത്തി. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: കർത്താവേ, വരാനിരിക്കുന്ന വർഷം യഹൂദ ജനതയ്ക്ക് മഴയുടെയും സൗന്ദര്യത്തിൻ്റെയും ഫലഭൂയിഷ്ഠതയുടെയും പരമാധികാരത്തിൻ്റെയും ഒരു വർഷമായിരിക്കട്ടെ. യഹൂദ ജനത പരസ്പരം ആശ്രയിക്കാത്തതോ മറ്റ് ജനതകളെ ആശ്രയിക്കാത്തതോ ആയ ഒരു വർഷമായിരിക്കട്ടെ. ഇസ്രായേൽ ദൈവത്തിൽ മാത്രം ആശ്രയിക്കേണ്ടി വരുന്ന ഇന്ന് ഈ പ്രാർത്ഥന വളരെ പ്രധാനമാണ്. പരസ്പരം മറ്റ് രാജ്യങ്ങളെയല്ല, മറിച്ച് ദൈവത്തിൽ മാത്രം ആശ്രയം വയ്ക്കുക. പ്രിയ സുഹൃത്തുക്കളെ, ഈ നിമിഷം ലോകം ഇസ്രായേലിനെതിരെ ഒത്തുകൂടുന്നത് യാദൃശ്ചികമല്ല. ഇപ്പോൾ ഇസ്രായേൽ ഹമാസിനെ പരാജയപ്പെടുത്തി ഗാസയിലെ അവരുടെ സാന്നിധ്യം നശിപ്പിക്കാൻ അടുത്തിരിക്കുമ്പോൾ ലോകം മുമ്പൊരിക്കലുമില്ലാത്ത വിധം ഇസ്രായേലിനെ തടയാൻ ആക്രോശിക്കുകയും സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്നു. എന്നാൽ ഈ സമ്മർദ്ദം ഉണ്ടായിരുന്നിട്ടും ഇസ്രായേൽ അതിൻ്റെ ജോലി ചെയ്യുന്നു. അവർ തിന്മയോട് പോരാടുകയാണ്. ഇപ്പോൾ അത് അവസാന ഘട്ടത്തിലാണ്. ഇസ്രായേൽ ഇപ്പോൾ പിന്മാറിയാൽ അത് ഫിനിഷിംഗ് ലൈനിന് തൊട്ടു മുമ്പ് ഉപേക്ഷിക്കുന്നത് പോലെയായിരിക്കും. ഹമാസ് അങ്ങേയറ്റം ദുർബലമാണ്. അവർ അവരുടെ തുരങ്കങ്ങളിലേക്ക് ആഴത്തിൽ പിൻവാങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഇസ്രായേൽ അവസാനത്തെ 4000 ഹമാസ് സൈനികരെ നശിപ്പിക്കാൻ പോകുകയാണ്. പക്ഷേ അത് എളുപ്പമായിരിക്കില്ല. കാരണം ഇതൊരു ശാരീരിക യുദ്ധമല്ല, ഇതൊരു ആത്മീയ യുദ്ധമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ റോഷ് ഹഷാനയുടെ സമയത്ത് ഇസ്രായേൽ വിജയത്തോട് അടുത്തിരിക്കുന്ന നിമിഷം തന്നെ ആ വിജയത്തെ ദുർബലപ്പെടുത്താൻ ലോകം കഴിയുന്നതെല്ലാം ചെയ്യുന്നു. ലോകം പലസ്തീനെ ഒരു രാജ്യമായി അംഗീകരിക്കുമ്പോൾ ഒക്ടോബർ 7-ാം തീയതിക്ക് ഹമാസ് ചെയ്ത എല്ലാത്തിനും അത് പ്രതിഫലം നൽകുമെന്ന് ഹമാസ് നേതാക്കൾ തന്നെ പറയുന്നു. അതിനായി അവർ കാത്തിരുന്നു. ഇസ്രായേലിനെതിരായി ഈ വലിയ സമ്മർദ്ദത്തെ ഇപ്പോഴും എതിർക്കുന്നത് അമേരിക്കയും മറ്റ് ചില ചെറിയ രാജ്യങ്ങളും മാത്രമാണ്. എന്നാൽ ലോകത്തിലെ ഭൂരിഭാഗവും ഇപ്പോൾ റോഷ് ഹഷാനയിലേക്ക് നീങ്ങുകയാണ്. പലസ്തീൻ രാജ്യത്തെ അംഗീകരിക്കാൻ ദൈവത്തിൻ്റെ ഭൂമി വിഭജിക്കുവാൻ അവർ ഒരുങ്ങുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് ശരിക്കും മനസ്സിലായോ? ഈ പലസ്തീൻ രാഷ്ട്രം എവിടെ നിലനിൽക്കണമെന്ന് ഒരു പദ്ധതിയുമില്ല. ആരാണത് ഭരിക്കേണ്ടതെന്ന് ഒരു പദ്ധതിയുമില്ല. ഒന്നുമില്ല. ഇത് യുക്തിരഹിതമാണ്. ഇത് പൂർണ്ണമായും ആത്മീയമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ വളരെ ശ്രദ്ധാലുവായിരിക്കേണ്ടത്. നിങ്ങൾക്ക് ഇത് അറിയില്ലായിരിക്കാം, പക്ഷേ റോഷ് ഹഷാനയെ യോം ഹാഡിൻ എന്നും വിളിക്കുന്നുണ്ട്. അതായത് ന്യായവിധി ദിവസമാണ്. യഹൂദ പാരമ്പര്യമനുസരിച്ച് ദൈവം ജീവന്റെയും മരണത്തിൻ്റെയും പുസ്തകം തുറക്കുമ്പോൾ സംഭവിക്കുന്നത്. ഇത് വലിയ ന്യായവിധിയുടെ സമയമാണ്. തീർച്ചയായും ഈ മഹത്തായ ന്യായവിധി ദിവസം മിശിഹായുടെ വരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പുതുക്കലിൻ്റെയും പരിവർത്തനത്തിൻ്റെയും സമയമാണ് ഇത്. ഇത് നമുക്കെല്ലാവർക്കും ഒരു ചരിത്ര പ്രധാനമായ റോഷ് ഹഷാന ആയിരിക്കാം. എല്ലാവരും തീരുമാനിക്കണം, നിങ്ങൾ ഏത് പക്ഷത്ത് നിൽക്കും. നിങ്ങൾ ഇസ്രായേലിനൊപ്പം നിൽക്കുമോ, അതോ ഇസ്രായേലിനെതിരെ നിൽക്കുമോ? അവസാനമായി ദൈവത്തിനെതിരെ നിങ്ങൾ നിൽക്കുമോ? ദൈവം അനുവദിച്ചാൽ ഞാൻ നിങ്ങൾക്കായി റിപ്പോർട്ട് ചെയ്യുന്നത് തുടരും. നിങ്ങൾ ശരിയായ തീരുമാനമെടുക്കുകയും ഇസ്രായേലിനൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരു വർഷമാണിതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ചാനലിനെ പിന്തുണയ്ക്കുന്ന എല്ലാവർക്കും നന്ദി. നിങ്ങൾക്ക് പിന്തുണയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ദയവായി ഈ ചാനലിൻ്റെ മെമ്പർ ആകുന്നത് പരിഗണിക്കുക. സ്ക്രീനിൽ കാണുന്ന താങ്ക്സ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഞങ്ങളെ പിന്തുണയ്ക്കുമല്ലോ. ഞാൻ നിങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. ഷാലോം.